ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. പരിശുദ്ധാത്മാവ് സഭയോട് പറയുകയാണ്, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ആരെങ്കിലും തിന്മ ചെയ്താൽ, നമുക്ക് ദോഷമായിട്ട് ചെയ്താൽ, പിന്നെ നമുക്ക് അവരോട് കയ്പാണ്, വെറുപ്പാണ്. അവരെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ദൈവമക്കളായാലും ശരി. അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അവൻ്റെ തകർച്ച കാണണം. ഇനി നമുക്ക് അവനെ തകർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കും, എന്നെ ഇങ്ങനെ ചെയ്തു, എനിക്ക് ഇങ്ങനെ ദോഷം ചെയ്തു. അവർക്ക് എന്ത് സംഭവിക്കണം? എനിക്ക് വന്നതിനേക്കാൾ അധികം അവർക്ക് സംഭവിക്കണം. കാരണം അവൻ എനിക്ക് തിന്മയാണ് ചെയ്തു. എന്നാൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, ആരും ഒരു വ്യക്തിയെ പോലും ഒഴിവാക്കിയിട്ടില്ല. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. ശ്രദ്ധിക്കാൻ പറയുകയാണ്. നമ്മുടെ ജഡശരീരം ജഡത്തിൽ പ്രതികരിക്കാതെ, പൗലോസ് ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, തിന്മ ചെയ്യുന്നവരോടല്ല നമുക്ക് പോരാട്ടം. നമ്മളോട് എന്താ അവർ തിന്മ ചെയ്തത്? അവരല്ല പ്രിയരെ ചെയ്തത്, അവരുടെ അകത്തിരിക്കുന്ന ദുരാത്മാവാണ് നമ്മളോട് തിന്മ ചെയ്തത്. നമ്മൾ അതിന് പകരം തിന്മ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ അകത്ത് എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അവർ തിന്മ ചെയ്തു. അതെന്തുകൊണ്ടാണ് ചെയ്തത്? അവരല്ല ചെയ്തത്, അവരുടെ ഉള്ളിലിരിക്കുന്ന ദുരാത്മാവാണ് ചെയ്തത്. അപ്പം നമ്മൾ തിന്മ ചെയ്താൽ നമ്മുടെ അകത്ത് എന്തില്ല? പരിശുദ്ധാത്മാവില്ല. നമ്മുടെ അകത്തും ദുരാത്മാവ് കയറുന്നു. അതുകൊണ്ട് പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. കാരണം എന്താ പ്രിയരെ? നന്മ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ദുരാത്മാവിന് നന്മ ചെയ്യാൻ പറ്റത്തില്ല, അശുദ്ധാത്മാവിന് നന്മ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഭയെ പഠിപ്പിക്കുന്നു, വ്യക്തികളെ പഠിപ്പിക്കുന്നു, കുടുംബങ്ങളെ പഠിപ്പിക്കുന്നു, തലമുറകളെ സഭയിൽ പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ നന്മ ചെയ്ത് അനേകർക്ക് ആശ്വാസമായി, നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനേകർക്ക് അനുഗ്രഹമാക്കി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.